السلام عليكم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وصحابه سيدنا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد. ഇവിടെയുള്ള രണ്ട് കസേര കുറച്ചും കൊണ്ട് അടുപ്പിച്ചിട്ട് ഈ ഭാഗത്ത് കുറച്ചും കൊണ്ട് അടുപ്പിച്ച് ഇല്ല വഴി വേണ്ട, മധ്യത്തിൽ വഴി വേണ്ട, വഴി നമുക്ക് കസേര പോകും പള്ളിയിലെ പോകും. 2-3 കസേര മതി, ബാക്കിയുള്ള കസേര ഒന്നും ചെയ്യണ്ട. മതി 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 ഇതൊക്കെ പഠിച്ചത്. ഇങ്ങോട്ടോ റെഡിയാക്കണം, കാഴ്ചകൾ ഭംഗിയുണ്ടാകും. പോകും. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ആദരണീയരായ സാദാത്തുക്കൾ, ഉലമാക്കൾ, ഉമറാക്കൾ, പ്രിയപ്പെട്ട യുവാക്കൾ, വിദ്യാർത്ഥികൾ, ബഹുമാന്യരായ സഹോദരി സഹോദരന്മാർ, സുഹൃത്തുക്കൾ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് വളരെ സുപ്രധാനമായ ഈ ശഅബാൻ മാസത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ഇറക്കി ആദരിച്ച, നമുക്ക് സർവ്വ അനുഗ്രഹങ്ങളും നൽകാൻ അള്ളാഹു തആല സംവിധാനിച്ച പരിശുദ്ധ റമദാനിനെ സ്വീകരിക്കണം എന്ന ആഗ്രഹത്തോടുകൂടി ഉള്ള ഈ സമയത്ത് ഒരുമിച്ച് കൂടിയ നമ്മുടെ ഈ സദസ്സ് ആഖിറത്തിൽ ഉപകരിക്കുന്ന മജ്ലിസായി അള്ളാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അള്ളാഹു നമുക്ക് ചെയ്ത അനുഗ്രഹമാണ് നമുക്ക് തന്ന ആയുസ്. കഴിഞ്ഞ ശഅബാനിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരും ഇപ്പോൾ ഖബറിലാണ്. അള്ളാഹു അവരുടെ എല്ലാം ഖബറിൽ സന്തോഷം നൽകുമാറാകട്ടെ. ഈ ശഅബാൻ മാസം പിറക്കുമ്പോൾ നമ്മുടെ ഉണ്ടായിരുന്ന പലരും ഇപ്പോൾ ഖബറിലാണ്. നമ്മളിപ്പോൾ ഈ ശഅബാനിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും, നമ്മെ സ്നേഹിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്കും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും തൗഫീഖും വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. നമ്മളെപ്പോഴും ലോകത്തിൻ്റെ മുഴുവനും സൃഷ്ടാവും സംവിധായകനും നിയന്താവും രക്ഷാധികാരിയും എല്ലാം കൊടുക്കുന്നവനും തടയുന്നവനുമായ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരും അള്ളാഹുവിന് വിധേയപ്പെടുന്നവരും ആകണം. അങ്ങനെയാണ് മുഅ്മിനീങ്ങളായ ആളുകൾ. വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. ഈമാനുള്ളവർ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അള്ളാഹുവിനെയാണ്. അവനെ തന്നെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്. നമുക്ക് ആരിൽ നിന്ന് എന്ത് ഗുണങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും ആ ഗുണങ്ങളുടെ എല്ലാം യഥാർത്ഥ ഉടമസ്ഥനും യഥാർത്ഥത്തിൽ അത് നൽകിയവനും അള്ളാഹുവാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ചെയ്യുന്ന അനുഗ്രഹങ്ങളൊന്നും നമ്മെക്കൊണ്ട് എന്തെങ്കിലും ആവശ്യമുള്ളത് കൊണ്ടോ നമ്മിൽ നിന്ന് വല്ലതും അവന് അങ്ങോട്ട് റിട്ടേൺ ലഭിക്കേണ്ടതിന് വേണ്ടിയോ അല്ല. ഞാൻ എൻ്റെ ഭാര്യയെ സംരക്ഷിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ മക്കളെ സംരക്ഷിക്കുന്നു. അങ്ങനെ നമ്മൾ പലർക്കും പല ഗുണങ്ങളും ചെയ്തു കൊടുക്കുന്നു. അതെല്ലാം നമുക്ക് ഇങ്ങോട്ട് ഗുണം ലഭിക്കാൻ വേണ്ടിയാണ്. എൻ്റെ ഭാര്യ മുഖേന എനിക്ക് സന്തോഷകരമായ, എനിക്ക് മനസ്സിന് റാഹത്തുള്ള ജീവിതം ലഭിക്കണം. എൻ്റെ മക്കൾ മുഖേന എനിക്ക് പ്രായമാകുമ്പോൾ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാതിരിക്കുമ്പോൾ അവരുടെ എല്ലാവിധ സഹായങ്ങളും ലഭ്യമാകണം. ഇനി അഥവാ അങ്ങനെ ഒരു ആവശ്യം വന്നില്ലെങ്കിൽ തന്നെ എൻ്റെ മക്കൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരായാൽ എനിക്ക് ആ വകയിൽ അവർ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങൾ കൊണ്ടും എനിക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലം കിട്ടണം. അങ്ങനെയാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ മാത ഇബ്നു ആദം, മനുഷ്യർ മരണപ്പെട്ടു പോയാൽ ഇൻഖതഅ അമലുഹു, അവൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നിലച്ചുപോയി. ഇല്ലാ മിൻ സലാസ്, 3 കാര്യങ്ങൾ മാത്രം നിലക്കുന്നില്ല. അതിൽ ഒന്നാണ് സദഖത്തുൻ ജാരിയ, എന്നും നിലനിന്നു പോകുന്ന, നടന്നു പോകുന്ന ധർമ്മം. നമ്മൾ ഒരു പള്ളിക്ക് വേണ്ടി, പള്ളി നിർമ്മാണത്തിന് വേണ്ടി സംഭാവന കൊടുത്താൽ
ഒരു മദ്രസാ നിർമ്മാണത്തിന് വേണ്ടി സഹായം നൽകിയാൽ, ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഭൂമി വാങ്ങാൻ വേണ്ടി സഹായം കൊടുത്താൽ, അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സദഖ ജാരിയ എന്നും നിലനിൽക്കും. നമ്മൾ മരിച്ചാലും അതിൻ്റെ ഗുണം ഇങ്ങനെ ലോകർ അനുഭവിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ഖബറിൽ കിടക്കുമ്പോഴും അതിൻ്റെ പ്രതിഫലം ഇങ്ങനെ വരുമാനമായി ഖബറിൽ വന്നുകൊണ്ടേയിരിക്കും, സ്ഥിര വരുമാനമാണ്. ഇതുപോലെ ഇൽമുൻ യുദ്ഫഉ ബിഹി, ഉപകാരം ലഭിക്കുന്ന അറിവ്. ഞാനിപ്പോൾ ഇവിടെ എഴുന്നേറ്റ് നിന്ന് ഈ ഹദീസ് നിങ്ങളുടെ മുമ്പിൽ പറയുമ്പോൾ എനിക്ക് ഈ ഹദീസ് പഠിപ്പിച്ചു തന്ന എൻ്റെ ഉസ്താദിനെ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും ഖബറിൽ പ്രതിഫലം ലഭിക്കും. ഉസ്താദിന് മാത്രം അല്ല, ആ ഉസ്താദിനെ അത് പഠിപ്പിച്ചു കൊടുത്ത ഒരു ആലിം ഉണ്ടാകും, കുറേ മുമ്പ് മരണപ്പെട്ടു പോയ ആളായിരിക്കും. അദ്ദേഹത്തിനും ഈ ഹദീസ് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ആ വകയിൽ പ്രതിഫലം ലഭിക്കും. ആ ഉസ്താദിനെ അത് പഠിപ്പിച്ചു കൊടുത്ത വേറൊരു പണ്ഡിതനുണ്ടാകും, അദ്ദേഹത്തിനും ആ വകയിൽ പ്രതിഫലം കിട്ടും. അങ്ങനെ ഇവിടെ ഒരു ഹദീസ് നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുമ്പോൾ, ഞാൻ ഉദാഹരണം പറയുന്നത് ഏതൊരാളായിരുന്നു, ആ ഹദീസ് പഠിപ്പിച്ചു തന്ന എൻ്റെ ഗുരുനാഥന്മാരുടെ പരമ്പര, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള പരമ്പര, അവർക്കെല്ലാവർക്കും ഈ ഹദീസ് പറയുമ്പോൾ അതിൻ്റെ പ്രതിഫലം കിട്ടും. ഏറ്റവും ഉപരി ഈ ഹദീസ് ലോകത്തിൽ നൽകിയ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും ഉപരി പ്രതിഫലം ലഭിക്കും. അറിവ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. അത് ഉപകാരപ്രദമായ അറിവാണെങ്കിൽ ആ അറിവ് അതിൻ്റെ വരുമാനം പറഞ്ഞു തീർക്കാൻ കഴിയില്ല. പഠിച്ചവൻ്റെ അടുത്തുള്ള വരുമാനം പറഞ്ഞു തീർക്കാൻ കഴിയില്ല. അങ്ങനെ ഉസ്താദിനും അങ്ങനെ തുടങ്ങി ഈ അറിവ് പറയാൻ എന്നെ സഹായിച്ച, ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഭക്ഷണം നൽകിയ, അതുപോലെ എൻ്റെ പഠനത്തിന് എനിക്ക് കിതാബ് വാങ്ങി തന്ന, പഠനത്തിന് സ്ഥലമൊരുക്കി തന്ന, അങ്ങനെ ആരെല്ലാം ഉണ്ടോ അവർക്കെല്ലാം ഇതിൻ്റെ നിമിത്തമായി എന്ന് നിൽക്കുക അവർക്കും പ്രതിഫലം കിട്ടും. അങ്ങനെയാണ് ഏതൊരു കാര്യത്തിനും ഒരാൾ കാരണമായാൽ അദ്ദേഹത്തിന് അതിൻ്റെ പ്രതിഫലം ലഭിക്കും. അതാണ് ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഒരാൾ ഒരു റെക്കമെൻഡ് ചെയ്താൽ, ഉദാഹരണത്തിന് നേരത്തെ ഇവിടെ മുഹിമ്മാത്തിൻ്റെ സന്നദ്ധദാനം നടക്കണമെന്ന് പറഞ്ഞു, എനിക്ക് അങ്ങോട്ട് പോകാനുണ്ടെന്ന് പറഞ്ഞു. ആ മുഹിമ്മാത്ത് എന്ന് പറയുന്ന സ്ഥാപനത്തിന് നിങ്ങൾ ഒരു നല്ല സഹായം ചെയ്യണം എന്ന് ഒരു വ്യക്തിയോട് വിനീതനായി ഞാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ ജാമിഅ സഅദിയക്ക് സഹായിക്കണം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മർക്കസിനോ മാലിനോ സഹായിക്കണം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഞാനിവിടെ കയറി വന്നപ്പോൾ ഒരാൾ 5000 രൂപ കൊണ്ടുവന്ന് തന്നു, സിറാജുൽ ഹുദക്ക് നേരത്തെ ഏറ്റ സംഖ്യയാണ്, ബാഹു എല്ലാവർക്കും ഹൈറും ബർക്കത്തും നൽകട്ടെ. അപ്പോൾ സിറാജുൽ ഹുദ എന്ന് പറയുന്നത് എൻ്റെ തറവാട് സ്വത്തല്ലല്ലോ, അള്ളാഹുവിൻ്റെ ദീനാണ്. ആ ദീനിനെ നിങ്ങൾ എന്തെങ്കിലും സഹായിക്കണം എന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്താൽ, അങ്ങനെ നമ്മൾ ആരായിരുന്നാലും ഇല്ലെങ്കിൽ ഒരു പാവപ്പെട്ട മനുഷ്യനുണ്ട് അദ്ദേഹത്തിന് നിങ്ങൾ സഹായിക്കണം എന്ന് പറഞ്ഞാൽ, ആ വകയിൽ ആ റെക്കമെൻഡ് ചെയ്ത കാര്യം പറഞ്ഞു കൊടുത്ത ആൾക്ക് അല്ലാഹു തആല പ്രതിഫലം കൊടുക്കുമെന്ന് ഖുർആൻ. ഇതാണ് അദ്ദാലു അലൽ ഖൈരി കഫാഇലിഹി, നല്ല കാര്യം കാണിച്ചു കൊടുക്കുന്ന വ്യക്തി അത് ചെയ്തവനെ പോലെയാണ്. അപ്പോൾ ഒരാൾക്ക് നിസ്കാരത്തിൻ്റെ ഫർള് പഠിപ്പിച്ചു കൊടുത്താൽ, നിസ്കാരത്തിൻ്റെ ശർത്ത് പഠിപ്പിച്ചു കൊടുത്താൽ, വുളു എടുക്കേണ്ടത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി കൊടുത്താൽ, അദ്ദേഹം വുളു എടുക്കുമ്പോഴെല്ലാം ഇദ്ദേഹത്തിന് പ്രതിഫലം കിട്ടിക്കൊണ്ടേയിരിക്കും. ഇപ്പം നമ്മൾ വുളു എടുക്കുന്ന സമയത്ത് ചിലർ മുഖം കഴുകുമ്പോൾ തീർത്തും കഴുകില്ല, കാരണം അവർക്ക് അതിനെ സംബന്ധിച്ച് ബോധമില്ല. ഉദാഹരണത്തിന് മുഖം എന്ന് പറയുന്നത് നമ്മുടെ തലയിൽ സാധാരണ നിൽക്ക് മുടി മുളക്കുന്ന സ്ഥലം. സാധാരണ നിൽക്കുന്ന പറഞ്ഞാൽ ചിലർക്ക് നെറ്റിയിൽ തന്നെ മുടി വെച്ചിട്ടുണ്ടാവും, അതുകൊണ്ട് അവരെ മുഖം അവിടുന്ന് കൂട്ടിയാൽ പോരാ, അത് സാധാരണ സ്ഥലം ഇങ്ങനെ കൂട്ടണം. താടി എല്ലിൻ്റെ താഴെ അറ്റം വരെ മുഖത്തിൻ്റെ നീളമാണ്. അതേപോലെ ഒരു ചെവിയുടെ ഈ കുറ്റി, ആ കുറ്റി മുതൽക്ക് ഇപ്പുറത്തെ ചെവിയുടെ കുറ്റി വരെ അതിൻ്റെ വീതിയാണ്. ഇതിനടുത്തുള്ള സ്ഥലങ്ങൾ മുഴുവനും വുളു എടുക്കുമ്പോൾ കഴുകണം. നനയണം എന്നല്ല ഞാൻ പറഞ്ഞത്, കഴുകണം. അപ്പോൾ നനഞ്ഞാൽ പോലെ അവിടെയൊക്കെ വെള്ളം ചെറിയ തോതിലെങ്കിലും ഒലിക്കണം, അതാണ് നനവ്. അപ്പോൾ ഇപ്പോൾ പലരും വുളു എടുക്കുമ്പോൾ ഇങ്ങനെ കയ്യിൽ വെള്ളം എടുത്ത്, എന്നിട്ട് ഈ മൂക്കിൻ്റെയും കണ്ണിൻ്റെയും എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് തടയി കളയും. അപ്പോൾ നെറ്റി ശരിക്കും കഴുകി പോകില്ല. അങ്ങനെ ആയാൽ വുളു മതിയാവില്ല, അവിടെയൊക്കെ വെള്ളം ശൈലാനുൽ മാറി വെള്ളം ഒലിക്കണം. അപ്പോൾ നമ്മൾ വുളു എടുക്കുമ്പോൾ എങ്ങനെ എടുക്കണം? കയ്യിലെടുത്തിട്ട് വെള്ളം ഇങ്ങനെ തലൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് അവിടുന്ന് താഴോട്ടേക്ക് വെള്ളം ഒലിപ്പിക്കണം. എന്നിട്ട് നമ്മൾ കൈകൊണ്ട് അത് തേക്കുകയും വേണം. ദൽകുൽ അഅ്ളാ, അവയവങ്ങൾ തേക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? വെള്ളം ഒലിക്കുന്നതോടുകൂടി കൈ അവിടെയെല്ലാം നടത്തുക, അതിനാണ് ദൽകുൽ അഅ്ളാ എന്ന് പറയുന്നത്. മാലിക്കി മദ്ഹബ് എന്ന് പറഞ്ഞാൽ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഉസ്താദാണ് മാലിക് റളിയല്ലാഹു. ആ മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായം അനുസരിച്ച് വെറും വെള്ളം നനഞ്ഞാൽ പോരാ, ഒലിച്ചാൽ പോരാ, അവിടെ കൈകൊണ്ട് തടയുകയും കൂടി, കൈകൊണ്ട് ഇങ്ങനെ കൈ നടത്തുകയും കൂടി വേണം, ഇല്ലെങ്കിൽ വുളു തന്നെ ശരിയാവില്ല. ശാഫിഈ മദ്ഹബിൽ അതല്ല, അങ്ങനെ ചെയ്തില്ലെങ്കിൽ വുളു കുഴപ്പമൊന്നുമില്ല, പക്ഷേ വലിയൊരു സുന്നത്ത് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ നമ്മൾ സുന്നത്തും കൂടി എടുത്തിട്ടാണല്ലോ ചെയ്യേണ്ടത്, ഇതിന് പ്രത്യേകം ടാക്സ് നടക്കണമല്ലോ, സുന്നത്തിന് ടാക്സ് കൊടുക്കണം. അപ്പോൾ നമ്മളത് ചെയ്യാനല്ലേ വേണ്ടത്. അപ്പോൾ വുളു എടുക്കുക എന്ന് പറയുമ്പോൾ വുളു എടുക്കേണ്ടതുപോലെ വുളു എടുക്കണം. ഇതുപോലെ കയ്യിൻ്റെ മുട്ടുൾപ്പെടെ കഴുകണം. മുട്ടിൻ്റെ സ്ഥലവും കഴുകാതെ വെറും ഇങ്ങനെ കണ്ടാക്കിയാൽ പോരാ, മുട്ടടക്കം കഴുകി പോകണം. ഇതുപോലെ വുളു എടുക്കുമ്പോൾ തല കഴുകണ്ട, തടകണം. നേരത്തെ പറഞ്ഞ പോലെ വെള്ളം ഒലിക്കണ്ട, തടകിയാൽ മതി. രണ്ടും രണ്ടാണ്, ഒന്ന് തടകലാണ്, ഒന്ന് കഴുകലാണ്.
തല കഴുകേണ്ടതില്ല, കഴുകിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ തല തടകണം. അങ്ങനെ തടകുമ്പോൾ തലയുടെ മുൻഭാഗത്തുള്ള മുടി, ആ മുടി തലയുടെ അതിര് വിട്ട് താഴെ ഇറങ്ങുന്ന നിലക്കുള്ള നീളമുള്ള മുടിയാണെങ്കിൽ ആ മുടിയുടെ ഒരു തല തടകിയാൽ മതിയാവില്ല, മറിച്ച് തലയുടെ അതിർത്തിയിൽ തന്നെ ഉള്ളത് തടകണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഏറ്റവും നല്ല സൂക്ഷ്മത എന്താണ്? നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തല തടകിയതുപോലെ തടകണം. അതെങ്ങനെയാണ്? അത് വെള്ളം കയ്യിൽ നനച്ചതിന് ശേഷം അവിടുന്ന് ഈ തള്ളവിരൽ ഈ കാതിൻ്റെ ഭാഗത്ത്, അവിടെ ചെന്നിയുടെ ഭാഗത്ത് വെക്കണം. എന്നിട്ട് 2 ചൂണ്ടൻ വിരലുകൾ രണ്ടും ഇങ്ങനെ തുറന്ന രൂപത്തിൽ ഒപ്പിച്ച് നെറ്റിയുടെ അടുത്ത് തലയുടെ അടുക്കൽ വെക്കുന്നു. എന്നിട്ട് ഇങ്ങനെ ഇതിങ്ങനെ അങ്ങോളം കൊണ്ടുപോകണം. ഇപ്പം ഞാൻ തലയെ കെട്ടിക്കൊണ്ട് ശരിക്കും കാണിച്ചു തരാൻ കഴിയാം. പിന്നെ തലക്കെട്ട് അയക്കണം, തലക്കെട്ട് അയച്ചാൽ പിന്നെ ജപ്പാലെടുത്ത് എത്തുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ മേൽഭാഗത്തുകൂടി കൈ വിരലിൻ്റെ പിന്നാലെ ബാക്കിയുള്ള വിരലും കൊണ്ടുപോകുന്നു. അതങ്ങനെ തന്നെ തിരിച്ചിങ്ങോട്ടും കൊണ്ടുവരുന്നു. മറിഞ്ഞു വീഴുന്ന മുടി ഉണ്ടെങ്കിൽ, അല്ല ഒരു മുട്ടയടിച്ചാണെങ്കിൽ പിന്നെ അങ്ങോട്ട് മാത്രം കൊണ്ടുവരണം, ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നില്ല. അങ്ങനെ തല മുഴുവനും തടകുന്നു. തല മുഴുവനും തടകിയാലേ വധു ശരിയാവുകയുള്ളൂ എന്നാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം. തലയിൽ നിന്ന് ഒരു 1/3 അല്ലെങ്കിൽ മൂർധാവിൻ്റെ സ്ഥലമോ തടകിയാലേ വധു ശരിയാവുകയുള്ളൂ എന്നാണ് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം. ശാഫിഈ മദ്ഹബിൽ കുറച്ച് സ്ഥലം തടകിയാലും മതി, പക്ഷേ മുഴുവനും തടകണം എന്നാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നത്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഒരിക്കലും നമ്മുടെ ഈ ചില ആൾക്കാരുണ്ടല്ലോ തടകുന്ന രൂപങ്ങൾ കണ്ടില്ലേ, ഈ പുഴയിലൊക്കെ ഉണ്ട് മത്സ്യം പിടിക്കാൻ വേണ്ടി വരുന്ന ചില പക്ഷികൾ ഒരൊറ്റ കൊത്തും കുത്തിക്ക് പോകുന്നതാണ്. അതുപോലെ ഇങ്ങനെ ഒരു തലയെടുക്കൽ, അങ്ങനെ ഒരിക്കലും ഷാഫിഈ ഇമാം തലയിടിയിട്ടില്ല, തീർത്തും തടയുകയാണ് ചെയ്തത്. അതുകൊണ്ട് തല മുഴുവനും തടയുകയാണ് വേണ്ടത്. നമ്മൾ മദ്രസയിൽ നിന്ന് പഠിക്കുമ്പോൾ ചിലപ്പോൾ തലയിൽ നിന്ന് അല്പം തടകൽ എന്ന് പഠിക്കും. അപ്പോൾ ചിലർക്ക് വിചാരിച്ച് അല്പം തടയുക വേണ്ടത് എന്നല്ല. ആ പറയുന്നത് വധു ശരിയാകാൻ അല്പം തടകിയാലും മതി എന്നാണ്, അല്ല അല്പം തടകുക എന്നല്ല. ഏതുപോലെ മദ്രസയിൽ നിന്ന് പഠിക്കുമ്പോൾ മുസ്ലിമായ മനുഷ്യന് 4 വിവാഹം കഴിക്കാം എന്ന്, എൻ്റെ അടുത്ത് എല്ലാവരും 4 പെണ്ണിട്ടണമെന്നാണ് എന്നല്ല. പിന്നെ 4 കല്യാണം കഴിക്കാൻ പറ്റുന്നവർ ഇപ്പോൾ ഞാൻ അങ്ങനെ പറയുന്നില്ല, ഈ കൂട്ടത്തിൽ ചിലപ്പോൾ ഒരാളുണ്ടാവില്ല, ഞാൻ അതിൽപ്പെട്ടല്ല, എനിക്ക് 4 ഇട്ടാൻ പറ്റില്ല, എനിക്ക് ഉറപ്പാണ്. ഒറ്റ ഒന്ന് തന്നെ ശരിക്ക് നീതി പുലർത്തിക്കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ 4 2 നീതിയാവും, പ്രയാസം. അപ്പോൾ അത് പറ്റുന്നവർ വളരെ കുറച്ചേ ഉള്ളൂ, വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷെ പറയുമ്പോൾ അങ്ങനെയാണ് പറയാം, മുസ്ലിംസ് 4 പെണ്ണെട്ടാണെന്ന് പറയും. 4 പെണ്ണ് എല്ലാവർക്കും കേട്ടാൻ പറ്റില്ല, വളരെ ഒരു 100-ൽ ഒരു 2 ആൾക്കോ അല്ലെങ്കിൽ ഒരാൾക്കോ പറ്റുമെന്ന് എനിക്കറിയില്ല, അത്രയും ചുരുക്കമേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം തല മുഴുവനും തടയുകയാണ് വേണ്ടത്. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോൾ സഹാബികൾ കുറച്ച് മുന്നിൽ ഇങ്ങോട്ട് നബി പിന്നാലെ വരികയാണ്. അങ്ങനെ വരുമ്പോഴുണ്ട് അവർ ഒതുവെടുക്കുകയാണ്. ഒതുവെടുക്കുമ്പോൾ പലരും നല്ല തണുപ്പുള്ള സമയമാണ്, കാലിന് നമ്മൾ വെള്ളം ഒഴിക്കുന്നുണ്ട്. പക്ഷേ മടമ്പിൻ്റെ ആ നിര്യാണിൻ്റെ അപ്പുറത്ത് ചെറിയ ഒരു ഡിപ്പുണ്ട്, ചെറിയൊരു എന്താണ് ഇവിടെ പറയാൻ എനിക്കറിയില്ല, ഡിപ്പ് എന്ന് പറഞ്ഞ ആളാണ്, ഇങ്ങനെ ചെറിയൊരു കുഴി പോലെ. ആ സ്ഥലത്ത് വെള്ളം എത്തുന്നില്ല, കാരണം വെള്ളം ഇങ്ങനെ മൊത്തത്തിൽ ഒഴിക്കുമ്പോൾ അവിടെ വെള്ളം എത്തുന്നില്ല. പിന്നെ വിധങ്ങൾ വേഗത്തിൽ വിളിച്ചു പറയാണ്, വൈലുലിൽ അഖാബി മിനന്നാർ, വൈലുലിൽ അഖാബി മിനന്നാർ, വൈലുലിൽ അഖാബി മിനന്നാർ. നരകത്തിനാലുള്ള നാശം മടമ്പുകൾക്ക്, കാരണം അവിടെ വെള്ളം എത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് ഒതുവെടുക്കുമ്പോൾ അത് കൃത്യമായി ഒതുവെടുക്കണം. വേറെ ഒരുപാട് സുന്നത്തുകൾ ഒതുവിന് പറയാനുണ്ട്, അതിലേക്കൊന്നും പിന്നെ കിടക്കുന്നില്ല. അപ്പോൾ അല്ലാഹു തആല നമുക്ക് ഒരു അറിവ് തന്നിട്ട് ആ അറിവ് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്താൽ അവരത് പ്രാവർത്തികമാക്കുമ്പോഴെല്ലാം പറഞ്ഞു കൊടുക്കുന്ന ആൾക്ക് പ്രതിഫലം കിട്ടിക്കൊണ്ടേ ഇരിക്കും, വലിയ വരുമാനമാണ്. നമ്മളിൽ പലരും നിസ്കാരത്തിലേക്ക് കടക്കും, അല്ലാഹു അക്ബർ, നിസ്കാരത്തിൽ കിടക്കുമ്പോൾ തക്ബീർ ചൊല്ലാൻ തുടങ്ങുമ്പോൾ കൈ ഉയർത്താനും തുടങ്ങണം, തക്ബീർ തീരുമ്പോൾ കൈ ഉയർത്തൽ തീരണം. അപ്പോൾ അല്ലാഹു അക്ബർ, കൈ ഉയർത്താൻ തുടങ്ങി, കൈ ഉയർത്തൽ തീർന്നു, അല്ലാഹു അക്ബർ. അതിനുശേഷമാണ് കൈ പൊക്കിളിൻ്റെ മേലെ നെഞ്ഞിൻ്റെ ചുവടെ ഈ ഇടത്തെ കൈയിൻ്റെ മണിക്കണ്ടം വലത്തെ കൈ കൊണ്ട് പിടിക്കുന്ന വിധത്തിൽ, അല്ലെങ്കിൽ 2 ഭാഗം വിരൽ വെച്ച് 3 വിരലുകൾ ഈ കൈയുടെ മുന്നിലേക്ക് വരുന്ന രൂപത്തിൽ പൊക്കിളിൻ്റെ മേലെ നെഞ്ഞിൻ്റെ ചുവടെ വെക്കേണ്ടത്. ഇങ്ങനെയാണ് ശാഫിഈ മദ്ഹബ്. ഹനഫി മദ്ഹബിൽ അതിന് കുറച്ചും കൂടി താഴെ വെക്കണമെന്നാണ്. മാലികി മദ്ഹബിൽ തീരെ വെക്കാതെ താഴ്ത്തിയിടാം എന്ന് പറഞ്ഞവരും ഉണ്ട്. പിന്നെ ഇവിടെയൊക്കെ പിന്നെ സുന്നികൾ മാത്രമുള്ള സ്ഥലമാണ്. ഈ ചിലർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് ഈ ട്രാൻസ്ഫോമറിൻ്റെ വില വരച്ച് വെച്ച പോലെ ഇങ്ങനെ നെഞ്ഞത്ത് വെക്കുന്നൊരു കൂട്ടരുണ്ട്. അങ്ങനെ ഒരു മദ്ഹബും പറഞ്ഞിട്ടില്ല, അതവർക്ക് വിവരമില്ലാത്തത് കൊണ്ട് അവർ ചെയ്ത ഒരു ഏർപ്പാടാണ്. അവരൊരു ഹദീസിൽ കണ്ടു വദഅ അലാ സദ്രിഹി എന്ന് കണ്ടു. അപ്പോൾ അതിനവരെന്ത് ചെയ്തു, നെഞ്ഞിൻ്റെ മേലെ എന്ന് അർത്ഥം വെച്ചു. അല എന്ന വാക്കിന് മേലെ എന്ന് മാത്രമല്ല അർത്ഥം, അതിന് ഇന്ദ അടുക്കൽ എന്ന അർത്ഥം ഉണ്ട്. സഹീഹുൽ ബുഖാരിയിൽ കാണാം, ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ദഖല അലയ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെങ്കിൽ ദഖൽതു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ അർത്ഥം ഞാൻ റസൂലുള്ളാഹിന്റെ മേലെ കയറി ചെന്നല്ല, എൻ്റെ അർത്ഥം റസൂലിന്റെ അടുക്കൽ കയറി ചെന്നതാണ്. ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അങ്ങനെയുണ്ട്. ഔ അജിദു അലന്നാരി ഹുദൻ, ആ തീയിൻ്റെ അടുക്കൽ ഞാൻ ആരെങ്കിലും കണ്ടേക്കും എന്ന് മൂസാ നബി അലൈഹി സ്വലാം പറയാം. അതുപോലെ والسماء ذات البروج واليوم الموعود وشاهد ومشهود قتل أصحاب الأخدود النار ذات الوقود إذ هم عليها قعود. പഴയ കാലത്ത് ഈമാനുള്ള ആളുകളെ വലിയ തീക്കുണ്ടാരം ഉണ്ടാക്കിയിട്ട് അതിൽ ചുട്ടുകരിക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു സമൂഹത്തെ സംബന്ധിച്ച് വസമായി ദാത്തിൽ ബുറൂജ് എന്ന ആ സൂറത്തിൽ പറയുകയാണ്, ഹും അലൈഹാ ഖുഊദ്. ആ തീക്കുണ്ടാരം ഉണ്ടാക്കി മുഅ്മിനീങ്ങളെ ചുട്ടുകരിക്കുന്ന ആ തീക്കുണ്ടിന്റെ സമീപത്ത് അവർ ഇരിക്കുകയാണ്. കാരണം അതിൻ്റെ അടുത്ത് അവരിങ്ങനെ നോക്കുകയാണ്, ഇവരെ ശിക്ഷിക്കുന്നത് നോക്കണം.
അതിന് അല എന്നാണ് അവിടെ ഉപയോഗിച്ചത്. അപ്പോൾ അലാക്ക് മേലെ, തീൻ്റെ മേലെ ഇരുന്നു എന്നല്ല, തീൻ്റെ അടുക്കലിരുന്നു എന്നാണ്. അപ്പോൾ അലാക്ക് മേലെ എന്ന അർത്ഥമുണ്ട് എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു കൂട്ടർ ഈ നെഞ്ഞിൻ്റെ മേലെ കൈവെക്കുന്ന വിവരക്കേട് ചെയ്തത്. അതിരിക്കട്ടെ, ഞാൻ പറഞ്ഞത്. അപ്പോൾ അല്ലാഹു അക്ബർ കൈ ഉയർത്തി തീരുമ്പോൾ തക്ബീർ തീരുന്നു, അത് പുക്കിളിൻ്റെയും നെഞ്ഞിൻ്റെയും ഇടയ്ക്ക് ഇറക്കി വെക്കുന്നു. ഇങ്ങനെ തക്ബീർ ചൊല്ലുമ്പോൾ, ഇതൊക്കെ ഇപ്പോൾ സുന്നത്തുകളാണ് ഞാൻ പറഞ്ഞത്, ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരട്ടെ തന്നെ. എന്നാൽ അല്ലാഹു അക്ബർ ഇതാണല്ലോ തക്ബീർ. അവിടെ ചിലരുടെ തക്ബീറുകൾ തെറ്റായി. അങ്ങനെ ഞാൻ ഇന്നാളൊരു ദിവസം ഒരു സ്ഥലത്ത് ഒരു വീട്ടിൽ താമസിച്ചു. അതിന് തൊട്ടടുത്തുള്ള ഏതോ ഒരു പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നു, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഇങ്ങനെ അക്ബാർ എന്നാണ് പറയുന്നത്. അങ്ങനെ പറയാൻ പാടില്ല, എൻ്റെ അർത്ഥം ചെണ്ടകൾ. അല്ലാഹു അക്ബർ അക്ബാർ എന്ന് ബാങ്കിലും പറയാൻ പാടില്ല, നിസ്കാരത്തിൽ പറയാൻ പാടില്ല. അല്ലാഹു അക്ബർ. ഇനി ഒന്നുകൂടി പറയാം, അല്ലാഹു അക്ബർ. അല്ലാഹു, അവിടെ അല്ലാഹു അങ്ങനെയും പറയാൻ പാടില്ല. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അവിടെ അല്ലാഹ് എന്ന് പറയുമ്പോൾ നമ്മൾ തൊണ്ടയുടെ അങ്ങേ തലക്ക് നിന്നാണ് അ എന്ന അക്ഷരം പൊഴിയുന്നത്. അല്ലാഹു. അതേപോലെ അക്ബർ എന്ന അ എന്ന അക്ഷരം പൊഴിയണം. ചിലരിങ്ങനെ പറയുന്നത് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറയും. അല്ലാഹു എന്ന് വിളിച്ചോ ആന്ന് പറഞ്ഞില്ല, എന്താ പറഞ്ഞു വാ അല്ലാഹു അക്ബർ എന്നാണ് ചിലർ. അല്ലാഹു അക്ബർ ആയി പോയി, അപ്പൊ നിസ്കാരം ബാത്തിലായി പോയി. അപ്പൊ അല്ലാഹു അക്ബർ എന്ന അക്ഷരം ശ്രദ്ധിച്ചു ചൊല്ലണം. അല്ലാഹു അക്ബർ. അക്ബർ എന്ന ഹംസ് ശരിക്കും ഒഴിയണം, ഇല്ലെങ്കിൽ നമ്മുടെ നിസ്കാരം ബാത്തിലാവും, നമ്മുടെ തക്ബീർ ശരിയാവില്ല. ഇനി നമ്മൾ തക്ബീർ ചൊല്ലി നമ്മൾ വജ്ഹത്ത് ഓതാൻ അറിയുന്നവർ അത് ഓതുന്നത് വലിയ പുണ്യമാണ്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ദുആ, അല്ലാഹുമ്മ ബഅദ് ബൈനി വബൈന ഖതായ കമാ ബഅദ്ത ബൈനൽ മശ്രിഖ് വൽ മഗ്രിബ്, അതും ആ സമയത്ത് ചൊല്ലാനുള്ള ഒരു ദുആയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇസ്കാത്തുക ബൈന തക്ബീരി വൽ ഖിറാഅത്തി, നബിയെ തങ്ങൾ ഓതുന്നതിൻ്റെയും ഖുർആൻ ഓതി തുടങ്ങുന്നതിൻ്റെയും തക്ബീറിൻ്റെയും ഇടക്ക് അവിടുന്ന് മൗനമാകുന്നുണ്ടല്ലോ, ആ മൗന സമയത്ത് എന്താണ് പറയുന്നത് ചോദിച്ചു. മൗനം എന്നതിൻ്റെ അവിടുത്തെ അർത്ഥം തീരെ ഉണ്ടായിരിക്കാനാണ്. തീരെ ഉണ്ടായിരിക്കാൻ പിന്നെ എന്താ പറയുന്നത് പറയുന്ന അർത്ഥമില്ലല്ലോ, എന്താ ചൊല്ലുന്നത് എന്ന് ചോദിച്ചു. അത് പറഞ്ഞു കൊടുത്തതാണ് അല്ലാഹുമ്മ ബഅദ് ബൈനി വബൈന ഖതായായ കമാ ബഅദ്ത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്. അതൊരു ദിക്റാണ്. അതുപോലെ ഉള്ള ദിക്റുകൾ, അതിൽ ഏറ്റവും പുണ്യമുള്ള ദിക്റാണ് നമ്മൾ സാധാരണ ചൊല്ലുന്ന വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറ അസ്സമാവാതി വൽ അർദ് എന്ന ആ ദുആ. അത് കഴിഞ്ഞ് നമ്മൾ അഊദു ചൊല്ലി. എപ്പോഴും ഖുർആൻ ഓതുമ്പോൾ ഇദാ ഖറഅ്തൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹ്, ഖുർആൻ തന്നെ പറഞ്ഞാണ് ഖുർആൻ ഓതുമ്പോൾ നിങ്ങൾ അഊദു ചൊല്ലണം. അഊദു ചൊല്ലി പിന്നെ നമ്മൾ ബിസ്മി ഓതുക. ബിസ്മി ഇല്ലാതെ പിന്നെ വെറും സൂറത്ത് തൗബ എന്ന് പറയുന്ന ഒരു സൂറത്തുണ്ട്, നമ്മൾ ബറാഅത്തുൻ മിനല്ലാഹി എന്ന് പറയുന്ന സൂറത്ത്. അതിൽ ബിസ്മി ഓതൽ തുടക്കത്തിൽ ഹറാമാണ്. ചില പണ്ഡിതന്മാർ കറാഹത്താണെന്ന് പറഞ്ഞവരും ഉണ്ട്. മദ്യത്തിൽ വെച്ച് ഓതുകയാണെങ്കിൽ അവിടെ തുടക്കത്തിൽ ഹറാമാണെന്ന് പറഞ്ഞവർ പറഞ്ഞു, മദ്യത്തിൽ വെച്ച് ഓതുന്നത് കറാഹത്താണെന്ന്. അതേസമയത്ത് ആദ്യത്തിൽ കറാഹത്താണെന്ന് പറഞ്ഞവർ പറഞ്ഞു, മദ്യത്തിൽ ഓതിയാൽ വിരോധമില്ല എന്ന് പറഞ്ഞു. എന്തുവാകട്ടെ, അതൊഴിച്ച് ബാക്കിയുള്ള എല്ലാ സൂറത്തുകൾക്കും തുടക്കത്തിൽ ബിസ്മി മുസ്ഹഫ് മറിച്ച് നോക്കിയാൽ നമുക്ക് കാണാം. പിന്നെ അതിന് തർക്കിക്കേണ്ട ആവശ്യമില്ല. ഈ പുത്തൻവാദികൾ ബിസ്മി ഓതൂല, അതേതൊക്കെ മദ്ഹബ് സ്വീകരിച്ചിട്ടൊന്നുമില്ല, അവർ സ്വന്തം തന്നെ അങ്ങോട്ട് തീരുമാനിക്കണം. ബിസ്മി ഓതൂല. അവരോട് നിങ്ങൾ ചോദിച്ചു, നമ്മൾ മുസ്ഹഫ് ഒന്ന് മറിച്ച് നോക്കിയാലേ ബിസ്മി ഉണ്ടോ ഇല്ലെന്ന് വേദിരിയല്ലോ, ഫാത്തിഹയ്ക്ക് ബിസ്മി ഉണ്ടോ ഇല്ലെന്ന്. അപ്പോൾ ബിസ്മി കൊണ്ടാണ് തുടങ്ങുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അവിടെ റബ്ബിൽ എന്ന ലാമിന് സുക്കൂനാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഐന് എന്ന അക്ഷരമാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഐനായി. അവിടെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ നിസ്കാരം ബാത്തിലാവും, ഫാത്തിഹ ബാത്തിലാവും. എങ്ങനെ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബിൽ ആലമീൻ ഐന് മൊഴിയണം. അവിടെ റബ്ബില്ലാ എന്ന് പറഞ്ഞാൽ മതിയാവില്ല, അവന് ലാമാണ് മൊഴിയണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റബ്ബിൽ ആലമീൻ. ഇതുപോലെ അർ റഹ്മാനിർ റഹീം, അവിടെ ലാസ്റ്റ് ഒരു മീമുണ്ട്, മാലിക് യൗമിദ്ദീൻ. അതിൻ്റെ തുടക്കത്തിൽ ഒരു മീമുണ്ട്, മാലിക്കിൻ്റെ തുടക്കം മീമാണ്. ഇത് രണ്ടും കൂടി ഒറ്റ മീമായി പോകരുത്. ചിലർ തറാവീഹ് സംസ്കരിക്കുമ്പോൾ ചിലർ അർ റഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ ഓതും. അപ്പോൾ ഒരു മീം ഉണ്ടാവില്ല, അങ്ങനെ ആകാൻ പാടില്ല. അവിടെ അർ റഹ്മാനിർ റഹീം ശ്വാസം എടുത്തിട്ട് മാലിക് യൗമിദ്ദീൻ, അതാണ് ഏറ്റവും നല്ലത്. ഇനി ശ്വാസം എടുക്കുന്നില്ലെങ്കിൽ അർ റഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ, അർ റഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ. അപ്പം മീ എന്ന് വേറെ ഓതി, മാലിക് വേറെ, അർ റഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ, അങ്ങനെയും ഓതാം. അപ്പം ഇങ്ങനെ നമ്മൾ ഓരോ സ്ഥലത്തും ഫാത്തിഹ ഓതുമ്പോഴും തക്ബീർ ചൊല്ലുമ്പോഴും എല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ റുകൂയിൽ സുബ്ഹാന റബ്ബിയൽ അദീം വബിഹംദിഹി, സുബ്ഹാന റബ്ബിയൽ അദീം, റബ്ബിയൽ എന്ന ലാമിന് സ്പോൺ ചെയ്തിട്ട് അദീം ഐനാണ്, സുബ്ഹാന റബ്ബിയൽ അദീം വബിഹംദിഹി. അവിടെ ചിലർ ചെയ്യും സുബ്ഹാന റബ്ബിയൽ അദീം വബിഹംദിഹി, സുബ്ഹാന റബ്ബിയൽ അദീം എന്ന് പറഞ്ഞാൽ ദിക്റാവും, അല്ല എന്നല്ല, സുബ്ഹാന റബ്ബിയൽ അദീം വബിഹംദിഹി. ശ്രദ്ധിക്കണം. ഇതുപോലെ ഒന്നുകൂടി ഞാൻ പറയാം. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി, സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ, റബ്ബിയൽ അഅ്ലാ ലാമിന് സ്പോൺ ചെയ്തിട്ട് അ എന്ന അക്ഷരം മൊഴിയണം, സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി. ഇങ്ങനെ നമ്മുടെ നിത്യജീവിതത്തിൽ തന്നെ സംഭവിക്കുന്ന ധാരാളം വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് നല്ല ബോധം വേണം. അങ്ങനെയുള്ള അറിവുകൾ, ആ അറിവുകൾ നമ്മൾ പഠിക്കുന്ന സ്ഥലമാണ് മദ്രസ. മദ്രസയിൽ പഠിക്കുന്ന ഉസ്താദുമാർക്ക് വലിയ ഉത്തരവാദിത്തമാണ്. ചെറിയ ഉത്തരവാദിത്തമല്ല. കാരണം ഈ പഠിക്കാൻ വരുന്ന ചെറിയ മക്കൾ
ആ മക്കൾ അവരുടെ മരണം വരെ അവരുടെ ഖിറാഅത്ത് ഓത്തും, അവരുടെ ദിക്റും, അവരുടെ വുദൂഉം, അവരുടെ സർവ്വ വിഷയങ്ങളുടെയും അത് ശരിയായ വിധത്തിൽ ചെയ്യിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ഉള്ളവരാണ് മദ്രസയിലെ ഉസ്താദുമാർ. അവർക്ക് അല്ലാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലമുണ്ട്. അവർ മരിച്ച് ഖബറിൽ കിടക്കുമ്പോഴും എനിക്ക് മദ്രസയിൽ ഓതി തന്ന ഉസ്താദുമാരെല്ലാം മരിച്ചു പോയിട്ടുണ്ട്. അല്ലാഹുവേ അവരുടെ എല്ലാം ഖബറിൽ സന്തോഷം നൽകണം. അല്ലാഹു അവർ മദ്രസയിൽ നിന്ന് അന്ന് പഠിപ്പിച്ചു തരുമെങ്കിലും ഇന്നത്തതുപോലെ കരണ്ടും ഇലക്ട്രിക് ലൈറ്റും ഒക്കെ വ്യാപകമായ കാലം അല്ല അത്. എൻ്റെ വീട്ടിൽ അന്ന് മണ്ണെണ്ണ തിരിവിളക്ക് കത്തിക്കുന്ന കാലമാണ്. ഒരു കുപ്പിയിൽ മണ്ണെണ്ണ വെച്ചിട്ട് ഒരു തിരി ഉണ്ടാവും. ആ തിരി ഇങ്ങനെ കത്തും, അതിന് പുക ഇങ്ങനെ പോകും. അത് മുന്നിൽ വെച്ചിട്ടാണ് ഞാൻ ഖുർആൻ പഠിച്ചത്. എനിക്ക് എൻ്റെ ബാപ്പ വീട്ടിലിരുന്നിട്ട് ഖുർആൻ നന്നായി ആ സമയത്ത് രാത്രിയിൽ എനിക്ക് ഓതി എന്നെ പഠിപ്പിച്ചു. എൻ്റെ ബാപ്പയാണ് എനിക്കതിൽ ഏറ്റവും വലിയ സഹായമായത്. അല്ലാഹു തആല ബാപ്പയുടെ ഖബറിൽ സന്തോഷം നൽകട്ടെ, ഖുർആനിൻ്റെ ശഫാഅത്ത് അല്ലാഹു നൽകട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാർ അവർ വളരെ കൃത്യമായി കുട്ടികൾക്ക് മഖ്റജ് മൊഴിയേണ്ട ഉച്ചരിക്കേണ്ട സ്ഥലത്ത് തന്നെ ഉച്ചരിപ്പിച്ച് പഠിപ്പിക്കണം. പലരും നിങ്ങൾക്ക് കാണാം അല്ലാഹു ഹൈറാക്കി തരണം, അല്ലാഹു ഹൈറാക്കി തരണം. ഖൈർ എന്ന ഹ എന്നല്ല പഠിക്കണം, ഖൈർ തന്നെ പറഞ്ഞു പഠിക്കണം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന ഫിൽ ആഖിറതി ഖ, അത് ഖ തന്നെ പഠിക്കണ്ടേ. അപ്പോൾ ഉച്ചാരണം വളരെ നന്നായി ശ്രദ്ധിച്ച് പഠിപ്പിക്കണം കുട്ടികൾ. അത് മാത്രം പോരാ. ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു മൊയിലാരെ സുബീകാരത്തിന് ഇമാമത്ത്, അങ്ങനെ ഇമാമത്ത് നിർത്തിയപ്പോൾ അദ്ദേഹം, അപ്പോൾ മൂന്ന് കുറേ ദിവസം ആയിട്ടില്ല, ഇന്നലെ പിന്നെ നേരം. അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടി തന്നെയാണ്. അപ്പോൾ ആ കുട്ടി ഉനൂത്ത് വന്നിട്ടുണ്ട്, അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത്, അങ്ങനെ തുടങ്ങിയിട്ട് പോയി ഫഇന്നക തഖ്ളി വലാ യുഖ്ളാ അലൈക. അവിടെ കുട്ടിയുണ്ട് ഫഇന്നക തഖ്ളി ഫലാ യുഖ്ളാ അലൈക എന്ന് ഫാ കൊടുത്തിരുന്നുണ്ട്. അപ്പോൾ എന്താണ് അതിന് കുഴപ്പം? എവിടെയാണ് അതിന് കുഴപ്പം? പണ്ട് മദ്രസയിൽ പഠിച്ച് ചെയ്യാത്തതുകൊണ്ട് അതിൻ്റെ ഉത്തരവാദി അന്ന് പഠിപ്പിച്ച ഉസ്താദ്. കാരണം അത് പഠിപ്പിക്കുമ്പോൾ ശരിക്കും കൃത്യമായി പഠിപ്പിക്കണം. കുട്ടികൾ ആ ഫാ ചൊല്ലേണ്ട സ്ഥലത്ത് ഫാ തന്നെ പഠിക്കണം, വാവ് പറയേണ്ട സ്ഥലത്ത് വാവ് തന്നെ പറയണം. അങ്ങനെ അന്ന് പഠിപ്പിച്ചില്ലെങ്കിൽ മരിക്കുന്ന ഒരേ കുട്ടികൾ തെറ്റിങ്ങനെ പറഞ്ഞോളെ. അപ്പോൾ ഉപകാരപ്രദമായ അറിവ് അത് പഠിപ്പിച്ചു കൊടുത്താൽ അവരത് പ്രവർത്തിക്കുമ്പോഴെല്ലാം ഖബറിൽ വരുമാനമാണ്, മരിച്ചാലും മരിക്കുന്നതിന് മുമ്പും വരുമാനമാണ്. നന്മയുടെ തുലാസിലേക്ക്, നന്മയുടെ ഏടിലേക്ക് അതിങ്ങനെ സ്പേസ് എടുക്കുകയാണ്, സ്ഥലം പിടിക്കുകയാണ്. അതുകൊണ്ട് ഇൽമ് അങ്ങനെയാണ്. മറ്റൊന്നാണ് വവലദുൻ സാലിഹുൻ യദ്ഉ ലഹു, വവലദുൻ സാലിഹുൻ, ഈമാനുള്ള കുട്ടി, സാലിഹായ കുട്ടി, സാലിഹായ മകൻ അല്ലെങ്കിൽ മകൾ. ആ മകനോ മകളോ ജീവിതത്തിൽ എന്ത് നല്ല കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ പ്രതിഫലം ബാപ്പക്കും ഉമ്മക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ബാപ്പാന്റെ പേരിൽ നമ്മൾ സദഖ ചെയ്യലുണ്ട്, ബാപ്പാന്റെ പേരിൽ ദുആ ചെയ്യലുണ്ട്, ബാപ്പാന്റെ പേരിൽ ഭക്ഷണം കൊടുക്കലുണ്ട്. അത് മാത്രമല്ല, അതിൻ്റെ പ്രതിഫലം മാത്രമല്ല അവർക്ക് കിട്ടുന്നത്, മക്കൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മത്തിൻ്റെയും പ്രതിഫലം ബാപ്പാക്ക് പങ്കിടും. കാരണം ഈ മക്കളുണ്ടായത് ബാപ്പ മുഖേനയാണ്, ഉമ്മ മുഖേനയാണ്. ആ മക്കളെ പോറ്റി വളർത്താൻ ഉമ്മമാർ എത്രയാണ് അധ്വാനിച്ചത്, എത്രയാണ് ഉറക്കമഴിച്ചത്, എത്രയാണ് ബുദ്ധിമുട്ടിയത്. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, മക്കളെ പോറ്റുന്നതിന് ഒരു മടിയും വേണ്ട കേട്ടോ. ഈമാനും തഖ്വയുമുള്ള മക്കൾ നമുക്കുണ്ടെങ്കിൽ ആ മക്കൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങൾക്കും നമുക്ക് പടച്ച റബ്ബിന്റെ അടുക്കൽ പ്രതിഫലമാണ്. അതാണ് വലദുൻ സാലിഹ്, നല്ല കുട്ടി, നല്ല മകൻ, നല്ല മകൾ. ഞാനിപ്പോൾ നിങ്ങളോട് പ്രസംഗിക്കുമ്പോൾ അല്ലാഹു തആല നമ്മളെല്ലാവരും ഖബൂൽ ചെയ്യട്ടെ. അതാ എൻ്റെ ഉമ്മക്ക് ഖബറിൽ അതിൻ്റെ പ്രതിഫലം കിട്ടും. ഉമ്മാന്റെ പേരിൽ ഞാൻ ചെയ്യുന്ന പ്രവർത്തനം അല്ലെങ്കിലും കിട്ടും. ഉമ്മാന്റെ പേരിൽ ചെയ്തത് പിന്നെ പറയണ്ട, അത് നേരെ നേരെ അഡ്രസ്സ് തന്നെ അവരതാണ്. ഉദാഹരണം, ഉമ്മാന്റെ പേരിൽ നമ്മൾ 1000 ഉറുപ്പിക സദഖ ചെയ്താൽ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബികളിൽ നിന്ന് ഒരാൾ വന്ന് ചോദിച്ചില്ലേ, ഇന്ന ഉമ്മി ഉഫ്തുരിദത് നഫ്സുഹാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എൻ്റെ ഉമ്മ പെട്ടെന്ന് മരണപ്പെട്ടു പോയി. അദുന്നുഹാ ഇൻ തകല്ലമത് തസദ്ദഖത്, ആ ഉമ്മക്ക് സാധിക്കുമായിരുന്നുവെങ്കിൽ ഉമ്മ എന്തെങ്കിലും ധർമ്മം ചെയ്ത് ആഖിറത്തിലേക്ക് സമ്പാദിക്കുമായിരുന്നു. അതിനാൽ ഉമ്മാന്റെ പേരിൽ ഞാൻ ധർമ്മം ചെയ്താൽ, സദഖ കൊടുത്താൽ ഉമ്മാക്ക് അതിന്റെ പ്രതിഫലം കിട്ടുമോ? ഇമാം ബുഖാരി റിപ്പോർട്ട് ഹദീസാണ്. നബി പറയുന്നു, അതേ ഉമ്മാക്ക് പ്രതിഫലം കിട്ടും. കൊടുത്ത അതേ പ്രതിഫലം, ഉമ്മ തന്നെ കൊടുത്ത പ്രതിഫലം ഉമ്മാന്റെ പേരിൽ നിങ്ങൾ സദഖ ചെയ്യുമ്പോൾ അവർക്ക് കിട്ടും. അതേ സമയത്ത് നമ്മൾ ഉമ്മാന്റെ പേരിൽ ദുആ നടത്തിയാൽ ആ ദുആയുടെ ഫലം, ദുആയുടെ പ്രതിഫലം അത് തന്നെ ഉമ്മാക്ക് അതിന്റെ കാര്യം കിട്ടും. എന്നാൽ ഉമ്മാന്റെ പേരിൽ മയ്യിത്ത് നിസ്കരിച്ചാലോ, മയ്യിത്ത് നിസ്കരിച്ചാൽ മയ്യിത്ത് നിസ്കരിച്ചതിന്റെ നേർക്കുനേരെ അതിന്റെ കൂലി, അതിന്റെ പ്രതിഫലം നമുക്ക് കിട്ടും. ഉമ്മാക്ക് അതുകൊണ്ട് ഫലം കിട്ടും, ഉമ്മാക്ക് അതുകൊണ്ട് ഉപകാരം കിട്ടും. മരിച്ചവരുടെ പേരിൽ അത്തരത്തിലുള്ള ഏത് നല്ല കാര്യം ചെയ്താലും, മരിച്ചവരുടെ പേരിൽ ഖുർആൻ ഓതിയാലും, അവരുടെ പേരിൽ മയ്യിത്ത് നിസ്കരിച്ചാലും, അവരുടെ പേരിൽ ദിക്ർ ചൊല്ലിയാലും, അവരുടെ പേരിൽ അങ്ങനെയുള്ള ഏത് കാര്യം ചെയ്താലും അവരുടെ പേരിൽ ചെയ്തതിനാൽ നമുക്കതിന്റെ പ്രതിഫലം കിട്ടുകയും അവർക്ക് അതിന്റെ ഗുണവും അതിന്റെ ഫലവും കിട്ടുകയും ചെയ്യും. എന്നാൽ നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നു, നിങ്ങൾ ഫാത്തിഹ ഓതിയിട്ട്, യാസീൻ ഓതിയിട്ട്, ഇഖ്ലാസും മുഅവ്വിദത്തൈനി ഓതിയിട്ട് ദുആ ചെയ്യുമ്പോൾ അല്ലാഹുമ്മ ഔസിൽ മിസ്ല സവാബി മാ ഖറഅനാഹു, ഞങ്ങൾ ഓതിയതിന് പടച്ചവനെ ഞങ്ങൾക്ക് നീ ഒരു കൂലി തരുമല്ലോ.
ഫാത്തിഹ ഓതിയാൽ, ഖുർആൻ ഓതിയാൽ ഒരക്ഷരത്തിന് ഏറ്റവും ചുരുങ്ങിയത് 10 കൂലി കിട്ടും. അതുകൊണ്ട് തന്നെ ഈ ശഅബാനിലും റമളാനിലും ഒക്കെ ഏറ്റവും കൂടുതൽ ഖുർആൻ ഓതാൻ നമ്മൾ സമയം കാണണം. അതിന് ഏറ്റവും പറ്റിയ സമയമാണ് ഖുർആൻ ധാരാളം ഓതി തീർക്കുക. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു എല്ലാ ദിവസവും ഓരോ ഖത്മ ഖുർആൻ ഓതി തീർത്തിരുന്നു. അഥവാ ഖുർആനിന്റെ തുടക്കം ഫാത്തിഹ മുതൽ ഖുൽ അഊദു ബിറബ്ബിൻ നാസ് വരെ ഓരോ ദിവസവും ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഓതിയിരുന്നു. എന്നാൽ റമളാനായാൽ പകൽ ഒരു ഖത്മും രാത്രി മറ്റൊരു ഖത്മും, അങ്ങനെ 2 ഖത്മ വീതം ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഓതി തീർത്തിരുന്നു. റമളാൻ കഴിയുമ്പോൾ 60 ഖത്മ റമളാനിൽ മാത്രം ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഓതി തീർത്തിരുന്നു. നമുക്ക് അത്രയൊന്നും കഴിഞ്ഞില്ലെങ്കിലും നമ്മളെ കൊണ്ട് കഴിയുമ്പോലെ ഖുർആൻ ഓതണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മളിങ്ങനെ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ ഇങ്ങനെ ദുആക്കാറുണ്ട്. റജബിലും ശഅബാനിലും ഒക്കെ ബർക്കത്ത് ചെയ്യണം അല്ലാഹ്, റമളാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണം അല്ലാഹ്. അങ്ങനെ ദുആ ചെയ്യുകയും ആമീൻ പറയുകയും ചെയ്താൽ മാത്രം പോരാ. നമ്മൾ ഈ നല്ല സമയത്ത് ഖുർആൻ ധാരാളം ഓതാൻ വേണ്ടി തുടങ്ങണം. റമളാനായിട്ട് തുടങ്ങാമെന്ന് വിചാരിക്കരുത്. കാരണം റമളാൻ വരെ എനിക്കും നിങ്ങൾക്കും ഗ്യാരണ്ടി ഇല്ല. നമ്മൾ ജനിച്ചത് നമ്മൾ തീരുമാനിച്ച ദിവസത്തിലല്ല, പടച്ചവൻ തീരുമാനിച്ച ദിവസത്തിലാണ്. ഇനി നമ്മൾ മരിക്കുന്നതും നമ്മൾ തീരുമാനിക്കുന്ന ഡേറ്റിലല്ല, അല്ലാഹു നിശ്ചയിച്ച ഡേറ്റിലാണ്. അതുകൊണ്ട് ധാരാളം ഖുർആൻ ഓതാൻ വേണ്ടി നമ്മൾ സമയം കാണണം. ഖുർആൻ ഓതിയാൽ വലിയ പ്രതിഫലമാണല്ലോ. എന്തിനധികം പറയണം, ഖുർആൻ ഓതൽ മാത്രമല്ല പുണ്യം. വഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. ഖുർആൻ ഓതുന്നത് കേട്ടാൽ, ശ്രദ്ധിച്ച് കേട്ടാൽ അതും വലിയ പുണ്യകർമ്മമാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത്, ഖുർആൻ ഓതപ്പെടുമ്പോൾ നിങ്ങൾ സംസാരിക്കാൻ പാടില്ല, നിങ്ങൾ അതാ ശ്രദ്ധിച്ച് കേൾക്കുകയാണ് വേണ്ടത്. ഇദാ ഖുർആൻ ഖുർആൻ ഫസ്തമിഉ ലഹു വഅൻസിതു, നിങ്ങൾ മിണ്ടാതിരിക്കണേ. ഖുർആൻ ഓതുമ്പോൾ മിണ്ടാതെ ശ്രദ്ധിച്ച് കേൾക്കുക. ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ കാരുണ്യം ലഭിക്കുമെന്ന് ഖുർആൻ. ഖുർആൻ ഓതൽ, ഖുർആൻ കേൾക്കൽ വലിയ പുണ്യമാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എല്ലാ റമളാനിലും സ്പെഷ്യലായി ഇറങ്ങി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ രാത്രിയിൽ ഇരിക്കും. എന്നിട്ടോ ഫയതദാറസൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ടും ജിബ്രീൽ അലൈഹിസ്സലാം ഇങ്ങോട്ടും ഖുർആൻ ഓതി കേൾപ്പിക്കും. അതൊരു വലിയ പുണ്യമാണ്. അങ്ങോട്ടും കേൾപ്പിക്കുക, ഇങ്ങോട്ടും കേൾപ്പിക്കുക. നമുക്കും പറ്റും. നമ്മുടെ പള്ളിയിലൊക്കെ ആൾക്കാർ വരിക സുബഹിന്റെ ശേഷം, അല്ലെങ്കിൽ അതുപോലെ ചെറിയ സമയം വേണ്ടി ഇരിക്കുക. എന്നിട്ട് ഉസ്താദും ഇരിക്കുക. എന്നിട്ട് ഓരോരുത്തരും ഓതുക. ഒരാൾ 2 ആയത്ത് അല്ലെ 3 ആയത്ത്, മറ്റേ അങ്ങനെ ഓതി കേൾക്കുക. അപ്പോൾ അതിലുണ്ടാകുന്ന ചെറിയ എന്തെങ്കിലും ട്രബിളുകൾ ഉണ്ടെങ്കിൽ അത് പറഞ്ഞപ്പോൾ തന്നെ തിരിച്ച് ഉസ്താദ് ഓതുക, അവർ മറ്റുള്ളവർ കേൾക്കുക. അങ്ങനെ ഒരു പരിപാടി ആസൂത്രണം ചെയ്താൽ നമുക്ക് കുറേ ഖുർആൻ ഓതുന്നത് കേൾക്കാനും കഴിയും, ഖുർആൻ ഓതാനും കഴിയും. അങ്ങനെ നമ്മൾ നല്ല കാര്യങ്ങൾ കൊണ്ട് ധന്യമാക്കണം. ഈ ദിവസങ്ങളും രാത്രികളൊക്കെ നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മൾ വെറുതെ ഇങ്ങനെ നേരം പോക്കിയിട്ട് കാര്യമില്ല. സമയം ഇങ്ങനെ കഴിഞ്ഞു പോകും. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ, ഐസുട്ടായി വിറ്റ് കാശുണ്ടാക്കി വീട്ടിലേക്ക് അരിയും പഞ്ചസാരയും അരിയും മീനും ഒക്കെ വാങ്ങേണ്ട ഒരാൾ ആ ഐസും കട്ടയുള്ള കൊട്ടയും എടുത്ത് അദ്ദേഹം ടൗണിലേക്ക് വിൽക്കാൻ വേണ്ടി പോയി. അദ്ദേഹം ഒരു പീടികത്തിണ്ണയിൽ ഈ ഐസ് കൊട്ട അദ്ദേഹം ഇറക്കി വെച്ചു. അങ്ങനെ ഇറക്കി വെച്ചിട്ട് അദ്ദേഹം അപ്പുറം ഇപ്പുറമൊന്ന് നോക്കി. അപ്പോൾ അവിടെ ഉണ്ട് ഒരു ക്രെയിനും വരും. ഇപ്പോഴത്തെ ഒരു ഉദാഹരണം പറഞ്ഞിട്ടോ, ഗസാലിമാം ക്രെയിൻ എന്ന് പറഞ്ഞിട്ടില്ല, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി വരും. ക്രെയിന് കൊണ്ടൊരു പണിയെടുക്കുന്നുണ്ട്, വേറൊരു സ്ഥലത്ത് JCB പണിയെടുക്കുന്നുണ്ട്, വേറൊരു സ്ഥലത്ത് ഒരു പ്രകടനം നടക്കുന്നുണ്ട്, വേറൊരു സ്ഥലത്ത് മീറ്റിംഗ് ഉണ്ട്. ഇങ്ങനെ ഇയാളിതെല്ലാം ശ്രദ്ധിക്കാൻ പോയി. അതെല്ലാം പോയി കണ്ട് വൈകുന്നേരം വീട്ടിലേക്ക് പോകേണ്ട സമയത്തെപ്പോൾ എൻ്റെ ഐസ് മുട്ടായി വിറ്റ് പൈസ ഉണ്ടാക്കിയിട്ടുള്ള കുട്ടിക്ക് അരിവാങ്ങാണ്. ചെന്ന് നോക്കുമ്പോൾ ഒറ്റ ഐസ് മുട്ടായും ബാക്കിയില്ല, തീർത്തു അലിഞ്ഞു തീർന്നു വരികയാണ്. ഇയാൾ വീട്ടിലേക്ക് എങ്ങനെയാണ് പോവുക? ഇതുപോലെയാണ് നമ്മുടെ ആയുസ്. അതിങ്ങനെ ഓരോ സെക്കൻഡിലും അലിഞ്ഞലിഞ്ഞ് തീരാണ്. നമ്മൾ ചില വിഡ്ഢികളുണ്ട്, വിവരമില്ലാത്തവരുണ്ട്. അതെ, ജനുവരി 1 നാളെ, ഡിസംബർ 12 രാത്രി പാതിരക്ക് വണ്ടിയിൽ പോകുമ്പോൾ കുറേ ആൾ പടക്കം പൊട്ടിക്കുന്നുണ്ട്, കുറേ ആൾ കള്ളുടിക്കുന്നുണ്ട്, കുറേ ആൾ മേലോട്ട് തുള്ളുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ചു, എന്തിനാ തുള്ളുന്ന കാര്യങ്ങൾ? അവരായുസ് കുറഞ്ഞു കിട്ടിയ വകയിൽ. അതായത് ഇന്ന് ഈ കഴിഞ്ഞ കൊല്ലം തുടങ്ങുന്ന സമയത്ത് അയാൾക്കൊരു ആയുസ് 15 വയസ്സും കൂടി ബാക്കിയുണ്ടായിരുന്നു. അത് ഇക്കൊല്ലം 14 കിട്ടിയില്ലേ? അപകടമായി തുള്ളുന്നു അല്ലേ? റസാലിമാം അള്ളാഹു പറഞ്ഞു, ചില വിഡിത്തം. എൻ്റെ ഒരാൾക്ക് പണം ഇങ്ങനെ വർദ്ധിച്ചു. അയാൾ ഇങ്ങനെ ആലോചിക്കുക, ഞാൻ പണ്ട് കച്ചവടം തുടങ്ങുമ്പോൾ എനിക്ക് ആകെ ഉണ്ടായിരുന്നത് ഒരു 10,000 രൂപയുടെ പൈസയെങ്കിലും ഇതായിരുന്നുള്ളൂ. ഇപ്പോൾ അൽഹംദുലില്ലാഹ്
എൻ്റെ അടുക്കൽ ഇപ്പോൾ $10,000 അല്ല 10,000 കോടി ഉണ്ട്. അയാളിങ്ങനെ സന്തോഷിക്കുക. പക്ഷെ അയാൾ ആലോചിക്കുന്നില്ല, അപ്പോഴേക്ക് കൊല്ലം കുറേ കഴിഞ്ഞ് ഉപയോഗിക്കാനുള്ള സമയം വളരെ കുറഞ്ഞു പോയി. സാധനം കുറേ കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഉപയോഗിക്കാനുള്ള സമയം വേണ്ടേ? സമയം ഇങ്ങനെ കുറഞ്ഞു പോയി. അതിനെപ്പറ്റി അയാൾ ആലോചിക്കുന്നില്ല. യഥാർത്ഥ ചിന്തയുള്ളവർ ഈ കിട്ടുന്ന സമയങ്ങളിൽ കിട്ടുന്ന നന്മകൾ, കിട്ടുന്ന അനുഗ്രഹങ്ങൾ, നിലനിൽക്കുന്ന ലോകമങ്ങ് പാരത്രിക ലോകത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നവരും അതിന് സമ്പാദിക്കുന്നവരും അവരല്ലേ യഥാർത്ഥ ബുദ്ധിമാന്മാർ. ഇന്നലില്ലാഹി ഇബാദൻ ഫുതന തല്ലഖുദ്ദുനിയ വഖാഫുൽ ഫിതന. ഈമാൻ തെറ്റിപ്പോകുന്നതിലാണ് അവരെ ഭയം, അമല് നഷ്ടപ്പെട്ടു പോകുന്നതിലാണ് അവരെ ഭയം. അവർ ഈ താഴ്ന്ന ദുനിയാവ് താൽക്കാലികമായി ജീവിതത്തിന് വില കൽപ്പിക്കുന്നില്ല. മറിച്ച് മരിച്ചു ചെന്നാൽ പിന്നെ ജീവിക്കാനുള്ളത് 100 കൊല്ലമല്ല, 100 കോടി വർഷമല്ല, കോടി വർഷമല്ല. പറഞ്ഞാൽ എത്ര പറഞ്ഞാലും തീരാത്ത കാലം, നീണ്ട ജീവിതം. ആ ജീവിതം മുഴുക്കെ സന്തോഷത്തിലാകാം. ആവശ്യം എന്താണ്? ഒന്ന് ഈമാനാണ്, ഉറച്ച ഈമാൻ. സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ചുകൊണ്ടുള്ള ജീവിതം വേണം. അവർക്കേ ഈമാൻ കിട്ടൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെപ്പോലെ ഒരു കേവല മനുഷ്യനാണെന്ന് പറയുന്നവർക്കും, പടച്ചവന് കയ്യും കാലും ഉണ്ടെന്നും പടച്ചവൻ കസേരമേലിരിക്കുമെന്നും പറയുന്ന സലഫിക്കും സുബ്ഹാനല്ലാഹ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീതി പഠിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ജമാഅത്തുകാരനും ഈമാൻ കിട്ടുമോ? ഇപ്പോൾ വരുമ്പോൾ വണ്ടിയിൽ നിന്ന് ഒരു പുസ്തകം വായിച്ചു, ജമാഅത്ത് ഇസ്ലാമിൻ്റെ ബുക്കാണ്. എല്ലാവരും സക്കാത്തും ജമാഅത്ത് ഇസ്ലാമിൻ്റെ കൈ കൊടുക്കണമെന്ന് പറയുന്ന ബുക്കാണ്. അതിലവർ പറയുന്നുണ്ട്, ജമാഅത്ത് ഇസ്ലാമിക്കാർ എന്ത് സക്കാത്ത് പിരിക്കാൻ വേണ്ടി കുറേ ഉദ്യോഗസ്ഥന്മാരെ നിശ്ചയിച്ചിട്ട് അതിന് ശമ്പളമൊക്കെ അവർക്ക് സക്കാത്ത് നിന്ന് എടുക്കാമെന്നും പറയുന്നു, കൊടുക്കാമെന്നും പറയുന്നു. അപ്പോൾ മൗലവിമാർക്കെല്ലാം ജീവിക്കാൻ പോയി സക്കാത്ത് ഇങ്ങനെ വയ്ക്കുക, അതിന് ശമ്പളം എടുക്കുക. എന്നിട്ടോ അതിൽ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് 5 ഒട്ടകത്തിന് സക്കാത്ത് കൊടുക്കണം, 30 പശു ഉണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണം. അതിൽ പറയാണ് അത് നീതിയല്ല. 5 ഒട്ടകത്തിന്റെ വിലയുള്ള വലിയ പശുവാണെങ്കിൽ ആ പശുവിന് അതിനും സക്കാത്ത് കൊടുക്കുന്നില്ല, നീതി. അപ്പൊ റസൂലുള്ളാഹി നീതി പഠിപ്പിച്ചിട്ടില്ല. ഇതാണ് ജമാഅത്ത് ഇസ്ലാം. ഇത്തരത്തിലുള്ള യാതൊരു അപകടം പിടിച്ച സംഭവങ്ങളിലും ഈമാൻ തെറ്റിപ്പോകുന്ന ഒരു പ്രസ്ഥാനത്തിലും എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ നമ്മൾ പെട്ടു പോകരുത്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം മുറുകെ പിടിച്ച് കൃത്യമായി നിസ്കാരം നിർവഹിച്ച് സക്കാത്ത് കൊടുക്കേണ്ടവർ അത് കൃത്യമായി അർഹതപ്പെട്ടവർക്ക് കിട്ടിയെന്ന് ഉറപ്പ് കിട്ടുന്ന വിധത്തിൽ അത് കൊടുത്തു വീട്ടി, നോമ്പും ഹജ്ജുമൊക്കെ കഴിയുന്ന ആളുകൾ അത് നിർവഹിച്ച് അങ്ങനെ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കണം. കുടുംബ ബന്ധം ചേർക്കണം, അയൽവാസികൾക്ക് നന്മ ചെയ്യണം, പ്രായമുള്ളവരെ ബഹുമാനിക്കണം, കുട്ടികളോട് കാരുണ്യം കാണിക്കണം, സ്വന്തം ഭാര്യമാരോട് നല്ല പെരുമാറ്റം വേണം. ഭാര്യമാര് നമ്മുടെ അടിമകളല്ല, ഭൃത്യന്മാരല്ല, നമ്മുടെ പാർട്ട്ണർമാരാണ് എന്ന ബോധം വേണം. ഞാൻ ഒരു ദിവസം ദുബായിൽ കൂടി ഇങ്ങനെ കാറിൽ ഇങ്ങനെ പോകും. എൻ്റെ കാർ ഓടിക്കുന്നത് എൻ്റെ ബന്ധത്തിൽ തന്നെ പെട്ട ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഫോൺ വന്നു. അപ്പോൾ ഫോണ് വന്നപ്പോൾ വിളിച്ചതാരാ? അദ്ദേഹത്തിൻ്റെ ഭാര്യ. ഇയാൾ അങ്ങോട്ട് ചോദിച്ചു ആരാ? അപ്പൊ ഭാര്യ പറഞ്ഞു നിങ്ങളെ പാർട്ട്ണറാണ്. എനിക്ക് നല്ല സന്തോഷമായി. അങ്ങനെ തന്നെയല്ലേ നമ്മുടെ കൂട്ടുകാരല്ലേ, പാർട്ട്ണർമാരല്ലേ ഭാര്യമാർ. പാർട്ട്ണർമാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ സ്നേഹവും ബഹുമാനമൊക്കെ. ഒരു കൂറുകാരൻ മറ്റേ കൂറുകാരനെ കണ്ട് കശക്കല. അങ്ങനെ ആകാൻ പാടില്ല. ഭാര്യമാരോട് വഅശ്റൂഹുന്ന ബിൽ മഅറൂഫ്, നല്ല നിലക്ക് പെരുമാറണം എന്ന് ഖുർആൻ പ്രത്യേകം പറയാണ്. ഭാര്യമാരോട് നല്ല നിലക്ക് പെരുമാറണം, അവരെ മനസ്സ് വേദനിപ്പിക്കാൻ പാടില്ല. ഇതുപോലെ സ്ത്രീകളെ, സഹോദരിമാരെ, അതേ ഒരു സ്ത്രീ സ്വർഗത്തിൽ കടന്നു കഴിഞ്ഞു. ആരാണത്? മരിക്കുന്ന സമയത്ത് ഭർത്താവിന്റെ പൊരുത്തം വാങ്ങിയ സ്ത്രീ സ്വർഗത്തിൽ കടന്നു കഴിഞ്ഞു. ഭർത്താവിന്റെ പൊരുത്തം വാങ്ങണം. നമ്മുടെ മക്കളെ ദീനീ ചുറ്റുപാടിൽ വളർത്തണം. എവിടെയെങ്കിലും കൊണ്ടുപോയി ചേർത്താൻ പറ്റില്ല. അതേ ചേർക്കുന്ന സ്ഥാപനം സുന്നത്ത് ജമാഅത്തിൻ്റെതാണോ എന്ന് നോക്കണം. അതേ ചെറിയ മക്കളെ കൊണ്ടുപോയി എവിടെയെങ്കിലും ചേർത്തിട്ട് അവരെ ദീന് ഫസാദാക്കരുത്. അങ്ങനെ നമ്മൾക്ക് അല്ലാഹു തന്ന ഉത്തരവാദിത്തങ്ങളൊക്കെ നിർവഹിക്കണം. നമ്മുടെ നാട്ടിലുള്ള പള്ളികളും മദ്രസകളും ഒക്കെ അത് വളരെ ഭംഗിയായി നടക്കണം.
പള്ളി നന്നായിട്ട് വൃത്തിയിൽ കൊണ്ടു നടക്കണം. പള്ളിയിലെ മിഹ്റാബിൽ പല്ലിക്കാട്ടം പറ്റൂല, പള്ളിയുടെ കാർപ്പറ്റിൽ പല്ലിക്കാട്ടം പറ്റൂല. കാണുന്ന സമയത്ത് എടുത്തെറിയണം. അതേ, അതിനുള്ള അവസരങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം. പള്ളിയുടെ പരിസരത്തുള്ള ബാത്റൂമുകളും മൂത്രപ്പുരകളൊക്കെ നല്ല വൃത്തിയിൽ സൂക്ഷിക്കണം. നമ്മുടെ വീട്ടിലുള്ളത് നമ്മൾ നല്ല നീറ്റിൽ കൊണ്ട് നടക്കുന്നുണ്ട്. അള്ളാന്റെ വീട്ടിന്റെ സമീപത്തുള്ള ബാത്റൂം സുബ്ഹാനല്ലാഹ്, ക്ലോസറ്റ് കാണുമ്പോൾ മഞ്ഞപ്പിത്തം പിടിച്ചതാണ്, അഥവാ ക്ലോസറ്റിന്റെ വെളുപ്പ് കാണുന്നില്ല, ഒട്ടാകെ പൂപ്പ് പിടിച്ചതാണ്. ഒരു ദിവസം പോലും അതൊരു ബ്രഷ് ഇട്ട് കഴുകിയില്ല. അങ്ങനെയല്ലല്ലോ പടച്ചവന്റെ വീട്ടിന്റെ സമീപത്തുള്ള ബാത്റൂം ഉണ്ടാകേണ്ടത്, ടോയ്ലറ്റ് ഉണ്ടാകേണ്ടത്. അള്ളാഹുവിന്റെ വീട്ടിനോട് ബഹുമാനാദരവ് പ്രകടിപ്പിക്കണം. അതുപോലെ പള്ളിയിൽ കൃത്യമായി ജമാഅത്ത് നടക്കണം. പള്ളിയുടെ പരിസരങ്ങളിലുള്ള പുരുഷന്മാർ പള്ളിയിൽ വന്ന് തന്നെ നിസ്കരിക്കണം. രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് നിസ്കരിക്കാൻ സമ്മതം ചോദിച്ചിട്ട് പോലും ബാങ്ക് കേൾക്കുന്നുണ്ടെങ്കിൽ പള്ളിയിൽ വരണമെന്നല്ലേ നബി തങ്ങളുടെ അതാ നിർദ്ദേശം. റബ്ബ് നമുക്കതിന് പകരം ദുനിയാവിലും ആഖിറത്തിലും തരുമെന്ന ബോധം നമുക്കുണ്ടാകണം. അതുപോലെ പള്ളി മദ്രസകളുടെ ഭാരവാഹികൾ, ഭാരം വഹിച്ചവർ എന്നാണല്ലോ ആ വാക്കിന്റെ അർത്ഥം. വെയിറ്റ് താങ്ങുന്നവർ എന്നാണല്ലോ അതിന്റെ അർത്ഥം. പ്രസിഡന്റും സെക്രട്ടറിയൊക്കെ വെയിറ്റ് താങ്ങുന്ന ആളുകളാണ്. അതേ, ഖജാൻജി വെയിറ്റ് താങ്ങുന്ന ആളാണ്. ഈ സ്ഥാപനം കൃത്യമായി നടത്തിക്കൊണ്ടു പോവുക എന്ന വെയിറ്റ്, ആ ഭാരം വലിയ ഭാരമാണ്. ആ ഭാരം വഹിക്കുന്നവരെ നമ്മളെല്ലാവരും കൂടി ചേർന്ന് സഹായിച്ചു കൊടുക്കണം. അങ്ങനെ എല്ലാ ജനങ്ങളും ദീനിന്റെ പ്രവർത്തനത്തിൽ പരസ്പരം സഹകരിക്കണം. പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങൾ ഇവിടെ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുന്ന SSFന്റെ, SYSന്റെ, കേരള മുസ്ലിം ജമാഅത്തിന്റെ ഒക്കെ പ്രവർത്തനങ്ങളിൽ പടച്ചവന്റെ പൊരുത്തം കരുതി നമ്മൾ പ്രവർത്തിക്കുകയും സഹായിക്കുകയും വേണം. അതേ സമയത്ത് നമ്മൾ സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന വേറെ ആളുകളെയോ വേറെ പണ്ഡിതന്മാരെയോ ചീത്ത വിളിക്കുകയോ ഇൻസൾട്ടാക്കുകയോ ചെയ്യരുത്. അതിൻ്റെ ആവശ്യം നമുക്കില്ലല്ലോ. നമ്മൾ അല്ലാഹുവിൻ്റെ ദീനിൻ്റെ പ്രവർത്തകരായി ഇഖ്ലാസോടെ പ്രവർത്തിക്കണം. അങ്ങനെ അല്ലാഹു പൊരുത്തപ്പെട്ട നിലയ്ക്ക് ജീവിച്ച് മരിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നമ്മുടെ ഉമ്മ ബാപ്പമാരെ വല്ലാതെ പരിഗണിക്കണം. അതില്ലെങ്കിൽ ബാപ്പ ഉമ്മയുടെ പൊരുത്തത്തിലാണ് അല്ലാഹുവിൻ്റെ പൊരുത്തം. അതുകൊണ്ട് യുവാക്കളെ, യുവതികളെ, ബാപ്പ ഉമ്മയുടെ മനസ്സിനൊരു ചെറിയ പ്രയാസമുണ്ടാക്കുന്ന ഒരക്ഷരം പോലും സംസാരിച്ച് പോകരുത് കേട്ടോ. അവരെ പൊരുത്തം വാങ്ങാതെ സ്വർഗം ലഭ്യമല്ല. ജീവിതം മുഴുവനും അല്ലാഹുവിനെ സമർപ്പിക്കണം. അർഹമർ റഹീമിനായ റബ്ബ് അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, മുഅ്മിനീങ്ങളെ, നിങ്ങൾ അഹങ്കാരമില്ലാതെ, അസൂയയില്ലാതെ, വിദ്വേഷമില്ലാതെ, വൈരാഗ്യമില്ലാതെ നല്ല തെളിഞ്ഞ മനസ്സോടെ ജീവിക്കണം. ആരോടും വെറുപ്പുണ്ടായിരുന്നു, അസൂയ ഉണ്ടായിരുന്നു, വൈരാഗ്യം ഉണ്ടായിരുന്നു, കിബിറുണ്ടായിരുന്നു. അതിൻ്റെ പുറമെ അള്ളാഹു കൽപ്പിച്ചതൊക്കെ എടുക്കണം, അള്ളാഹു വിരോധിച്ചൊക്കെ ഒഴിക്കണം. നമ്മളൊരിക്കലും ലഹരി ഉപയോഗിക്കരുത്. ഒരിക്കലും തന്നെ മയക്കുമരുന്നിൻ്റെയോ ലഹരി പാനീയങ്ങളുടെയോ ആളുകളായി പോകരുത്. അള്ളാഹു തആല നജസാണ് എന്ന് പറഞ്ഞ സാധനമാണ്. നജസ് കുടിക്കാൻ പാടില്ല. മൂത്രം പോലെ, ഛർദ്ദിച്ചതുപോലെ നജസാണ് ലഹരി പാനീയങ്ങൾ. അത് നമ്മൾ കുടിക്കരുത്. നമ്മൾ പലിശ വാങ്ങരുത്. നമ്മൾ ഹറാമുകളൊന്നും ചെയ്യരുത്. കുറഞ്ഞ കാലം ഈ ഭൂമി ലോകത്ത് ജീവിക്കുമ്പോൾ എൻ്റെ രഹസ്യവും പരസ്യവും അള്ളാഹു അറിയുന്നു എന്ന ബോധത്തോടുകൂടി ഒരന്യപെണ്ണുമായും ഒരു രഹസ്യബന്ധവും വേണ്ട, ഒരു ചാറ്റിങ്ങും വേണ്ട, ഒരന്യ സ്ത്രീയുടെ മുഖത്തും നോക്കണ്ട. നമ്മൾ അള്ളാഹു നമ്മളെ നോക്കുന്നുണ്ട്. അവനാണ് നമുക്ക് ദുനിയാവും ആഖിറവും തരേണ്ടവൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദാ, നല്ല വർത്തമാനം പറയണം, ആവശ്യമില്ലാത്ത പറയരുത്. അതേപോലെ തന്നെ നല്ലതേ പറയാവൂ. ആ പറയുന്നത് കൊണ്ട് വേറെ ആൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നത്. അങ്ങനെ നല്ല സംസാരം സംസാരിക്കണം. ഖൂലു ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅമാലക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു നന്നാക്കി തരും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ ദോഷങ്ങൾ അല്ലാഹു തആല മാപ്പ് തരും. അല്ലാഹു നമുക്ക് ഓഫർ പറയാൻ. വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അളീമാ, അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിച്ച് വല്ലവരും ജീവിച്ചാൽ അവൻ വമ്പിച്ച വിജയം കൈവരിച്ചു പോയി. അള്ളാഹു തആല ആ കൂട്ടത്തിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ.
ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക വഹബീബിക സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി വഅസ്ഹാബി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമർ റഹീമീനായ റബ്ബേ, ഞങ്ങളുടെ മജ്ലിസിനെ ദുആക്കുത്തരമുള്ള മജ്ലിസാക്കണം റഹ്മാൻ. ഈ ജമാഅത്തിലും ഈ പള്ളിയിലും ഈ ദീനി സ്ഥാപനത്തിലും ഇവിടെ നടക്കുന്ന എല്ലാ പരിപാടികളിലും അല്ലാഹുവേ നീ ഖൈറും ബർക്കത്തും നൽകണം റഹ്മാനെ. പ്രിയപ്പെട്ട സയ്യിദ് അവറുകൾക്കും അതുപോലെ ഇവിടെ നേതൃത്വം നൽകുന്ന എല്ലാ മോമിനീങ്ങൾക്കും എല്ലാവർക്കും എല്ലാ ഖൈറിൻ്റെ വാതിലുകളും നീ തുറക്കണം റഹ്മാനെ. AIYA UAE കമ്മിറ്റി ചിപ്പാർ പള്ളിക്ക് സോളാർ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അവർക്ക് ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഖബറിൽ വെളിച്ചം നൽകുമാറാകട്ടെ. അവരുടെ ബിസിനസ്സുകളിലും ജോലികളിലുമൊക്കെ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അതുപോലെ നല്ല കാര്യത്തിന് സഹായിച്ച എല്ലാവർക്കും അല്ലാഹു തആല നല്ല ഖൈറും ബർക്കത്തും നൽകട്ടെ. നമ്മളിത് മരിച്ചുപോയ ഒരുപാട് ആളുകൾ, നമ്മുടെ സിദ്ദീഖ് ലത്തീഫിയുടെ ഉമ്മയായിരുന്നു, അടുത്ത് മരിച്ചതാണ് ഉമ്മ, ഇവിടെ അടുത്ത് മരിച്ചു ഇവിടെ കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ പലരും നമ്മൾ മരിച്ചു പോയിട്ടുണ്ട്. എല്ലാവരുടെയും പേരിൽ ഒരു ഫാത്തിഹയും സൂറത്തും നമ്മുടെ ഉമ്മ വാപ്പമാർ ഉസ്താദുമാർ നമ്മുടെ ഗുരുനാഥന്മാർ ശിഷ്യന്മാർ സ്നേഹിച്ചവർ സഹായിച്ചവർ എല്ലാവരുടെ പേരിൽ ഒരു ഫാത്തിഹയും സൂറത്തും നമുക്ക് ദുആ ചെയ്യാം. എല്ലാവരും കഴിവിൻ്റെ പരമാവധി സദഖ കൊണ്ടുത്തരണമെന്നാണ്. ഈ കസേര ഇങ്ങനെ എടുത്തു വെച്ചാൽ അതിൻ്റെ മൈനാണ് പറയണമെന്നില്ല. കുറേ കൊല്ലമായി ഞാൻ 45 കൊല്ലത്തോളമായി പരിപാടി തുടങ്ങിയിട്ട്. അതുകൊണ്ട് എല്ലാവരും അവരോട് കഴിയുന്ന സംഭാവന എല്ലാവരും കൊണ്ടുവന്ന് തരണം. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം. അൽ ഫാത്തിഹ. കൈ പിടിക്കുന്ന മൈക്കണ്ടൊന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.